കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മോശ, അല്ലേ? നമുക്കറിയാം, മോശ 40 വയസ്സ് വരെ മിസ്രൈമിന്റെ കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ പുത്രിയുടെ മകനായി വളർന്നു. 40-ാമത്തെ വയസ്സിൽ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പോയ മോശ കാണുന്നത് ഒരു യഹൂദനും മിസ്രൈമിനും തമ്മിൽ അടിക്കുന്നതാണ്, അല്ലേ? തിരുവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് മിസ്രൈമിനെ കൊന്ന് കളയുന്നൊരു സാഹചര്യം. പിറ്റേ ദിവസം അതേപോലെ തന്നെ മോശ പോകുന്ന സമയത്ത് ഒരു ഇസ്രായേലിനും തമ്മിൽ ഉപദ്രവിക്കുന്ന കണ്ടിട്ട്, നിങ്ങൾ എന്തിനാ തമ്മിൽ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലുവാൻ വന്നുവോ? നിന്നെ ഞങ്ങൾക്ക് അധികാരി കർത്താവമാക്കിയതാ എന്നൊരു ചോദ്യം സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മോശയുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ വന്നൊരു നിമിഷം നമുക്കറിയാം. ആ സമയത്ത് മോശ ഭയപ്പെടുവാൻ തക്കവണ്ണവിടെ ഇത് ഫറവോന്റെ ചെവിയിലെത്തിയ ഇത് അപകടമാകുമെന്ന് കണ്ടിട്ട് മിഥ്യാനിലേക്ക് ഓടിപ്പോയ മോശയെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ 40 വർഷങ്ങൾക്ക് ശേഷം മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മിസ്രൈമിന്റെ അടിമനുഖത്തിനകത്തു നിന്ന് ഇസ്രായേലിനെ രക്ഷിപ്പാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി വരുന്ന മോശയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒന്നുകുറെ 10 ബാധകൾ മിസ്രൈമി കൂടാരങ്ങൾക്കകത്തേക്ക് ഇറങ്ങി. സ്തോത്രം. 10-ാമത്തെ ബാധയിൽ ഫറവോൻ തീരുമാനമെടുത്ത്, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിലേക്ക് യാത്ര തിരിക്കാൻ അവരുടെ ഒരു ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശം അവകാശമാക്കുക. എന്തുകൊണ്ടാണ് കനാൻ ദേശത്തിലേക്ക് പോകണം എന്നൊരു ദൂത്, വാഗ്ദത്തം, അത് ഇസ്രായേലിനോട് മാത്രമുള്ള ഒരു വെളിപ്പാടല്ല. പകരം ഇവരുടെ പിതാക്കന്മാരായിരുന്ന അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അപ്പന്മാരായ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുപോയി. ദൈവം പറഞ്ഞ ദൂത. സ്തോത്രം ഹല്ലേലൂയ. ആ ദൂതിലേക്ക് ആനയിപ്പാൻ തക്കവണ്ണം ഏറ്റവും അധികം കാരണക്കാരനായി, അല്ലെങ്കിൽ ഏറ്റവും അധികം അതിനുവേണ്ടി പ്രയത്നിച്ച, ആവന്നിടത്തോളം ശക്തി കൊടുത്തൊരു മനുഷ്യനായിരുന്നു മോശ. എന്നാൽ ആ മോശയ്ക്ക് കനാൻ ദേശം എന്ന ദേശം കാണുവാനേ കഴിഞ്ഞുള്ളൂ. അവിടെ ചെന്ന് ആ നന്മ അനുഭവിപ്പാനോ ആ കനാൻ ദേശം എന്നുള്ളത് നേരിട്ട് കണ്ടനുഭവിപ്പാൻ ആർക്ക് കഴിഞ്ഞില്ല? മോശയ്ക്ക് കഴിഞ്ഞില്ല. ആ ഭാഗമാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കുക. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഓടിയെന്നും അധ്വാനിച്ചത് വെറുതെ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം: ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ ഓടി, ശുശ്രൂഷ മണ്ഡലത്തിൽ ഓടി, എന്നാൽ അവസാനം വന്ന് പരാജയപ്പെട്ടു പോയി എന്നുള്ള പേര് പലരും കേൾക്കാറുണ്ട്, അല്ലേ? സ്തോത്രം. അത് ശക്തമായി ഓടിയതാ, ശക്തമായി പ്രവർത്തിച്ചതാ, ശക്തമായി പ്രസംഗിച്ചതാ, ശക്തമായ സഭകൾക്ക് അനുഗ്രഹമായിരുന്നത്, അത് സ്തോത്രം ഹല്ലേലൂയ, കൺവെൻഷൻ വേദികളിൽ മാനസാന്തര സുവിശേഷം പ്രസംഗിച്ചതാ. പക്ഷെ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയത്? ഈ സന്ദേശം കേൾക്കുന്ന ഒരു പക്ഷേ അനേകരെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകട്ടെ ദൈവമക്കളെ. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും: മോശയെ പോലെ ആകരുത്. സ്തോത്രം. ഇത്രയും നമ്മൾ അധ്വാനിച്ചത്, ഇത്രയും നമ്മൾ സ്തോത്രം ഓടിയത്, ഇത്രയും നമ്മൾ പ്രയത്നിച്ചത്, സ്തോത്രം ഹല്ലേലൂയ, ആ വാഗ്ദത്തം കൈവശമാക്കാനാണ്. പുതിയ നിയമസഭയ്ക്ക് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തം എന്താണ്? നിത്യരാജ്യമാണ്, ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. അതിലേക്കാണ് നമ്മൾ ഓടിയെത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ ഈ കാലം അത്രയും ഓടിയത്, അധ്വാനിച്ചത്, പ്രവർത്തിച്ചത്, പ്രാർത്ഥിച്ചത്, പ്രസംഗിച്ചത്, ഉപവസിച്ചത് ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ സ്തോത്രം ദൈവിക വാഗ്ദത്ത ദേശമായ സ്തോത്രം ദൈവരാജ്യത്തിൽ എത്തുവോളം വിശ്വസ്തയോടിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊരു ദൃഷ്ടാന്തത്തിനായിട്ട് ദൈവം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ നമ്മൾ വരരുതേ. മോശ അവസാനം മരണത്തിലേക്ക് വഴിമാറുമ്പോൾ വലിയ ദുഃഖത്തോടെ
അറിയാതിരിക്കും. നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. സ്തോത്രം. ഒരു പക്ഷേ അദ്ദേഹം എത്രത്തോളം ആഗ്രഹിച്ചതായിരിക്കും അല്ലേ കനാൻ ദേശം, പക്ഷേ അത് പ്രാപിപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നിന്റെ മേലെ എന്താണ് വാഗ്ദത്തം കിടക്കുന്നത്, എന്താണ് നമ്മുടെ ആഗ്രഹം, അതിലേക്ക് എത്തിച്ചേരും വരെ നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ, ദൈവദിന പ്രകാരം നിൽപ്പാൻ, പ്രമാണത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും പ്രൈസ് സ്തോത്രം. ഒരു പ്രഭാത വന്ദനം കൂടെ നേരുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.